ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഷൈനി. ജീവിതത്തിൽ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യത്തെ അത്രയും മനസ്സുകൊണ്ട് ഇഷ്ടപ്പെട്ടുകൊണ്ടിരിക്കും, ആഗ്രഹിച്ചുകൊണ്ടിരിക്കും, മാനിഫെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കും, അല്ലേ? നമ്മൾ അറിഞ്ഞോ അറിയാതെ നമ്മൾ ജീവിതത്തിൽ എപ്പോഴും മാനിഫെസ്റ്റ് ചെയ്തുകൊണ്ട് തന്നെയാണ് ഇരിക്കുന്നത്. പക്ഷേ കൂടുതലും മാനിഫെസ്റ്റ് ചെയ്യുന്നത് നമ്മൾ പോലും അറിയാതെ നെഗറ്റീവ് കാര്യങ്ങളാണെന്നേ ഉള്ളൂ. അങ്ങനെ നമ്മൾ മാനിഫെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ലവ് ആയിരിക്കാം, റിലേഷൻഷിപ്പ് ആയിരിക്കാം, കരിയർ ആയിരിക്കാം, മണി ആയിരിക്കാം. പക്ഷെ എത്ര മാനിഫെസ്റ്റ് ചെയ്തിട്ടും നമ്മൾ എത്ര കൊതിച്ച് ആഗ്രഹിച്ചിരുന്നിട്ടും നമുക്കത് നടക്കാതെ പോകുമ്പോൾ നമുക്ക് തന്നെ ഒരു സമയം തോന്നും, ഇതൊന്നും എനിക്ക് വർക്കൗട്ട് ആകില്ല, ഇതൊന്നും നടക്കാത്ത കാര്യമാണ്, ഇതൊന്നും എനിക്ക് വിധിച്ചിട്ടില്ല. ഇങ്ങനെ തന്നെ നമ്മൾ തന്നെ സ്വയം ഒരു ആൻസർ പറഞ്ഞ് അവിടെ നിന്ന് മൂവ് ഓൺ ചെയ്യാൻ തീരുമാനിക്കും. എന്നാൽ ഈ വീഡിയോ കണ്ടു തീരുമ്പോൾ ആ സംശയങ്ങൾക്കും പേടിക്കും എല്ലാം നിങ്ങൾക്ക് ഒരു ഉത്തരം കിട്ടിയിരിക്കും. വിശ്വാസം എന്ന് പറയുന്നത് എത്രയും പവർഫുൾ ആയിട്ടുള്ള ഒരു ആയുധമാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. വിശ്വാസം എന്ന് പറയുന്നത് എന്താണ്? നടക്കണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നത് മാത്രമല്ല, തീർച്ചയായിട്ടും നടക്കും എന്ന് മനസ്സിൽ ഒരു സംശയമില്ലാതെ വിശ്വസിക്കുന്നതാണ്. പലർക്കും പല പല ആഗ്രഹങ്ങളുണ്ട്, പക്ഷെ വിശ്വാസമില്ല. ജോലി വേണമെന്ന് ആഗ്രഹിക്കും, പക്ഷെ ഈ കാലത്ത് ഈ ജോലിയൊക്കെ, ഗവൺമെന്റ് ജോലിയൊക്കെ എങ്ങനെയാ കിട്ടുന്നത്? ഇങ്ങനെ നമ്മൾ തന്നെ നമുക്കൊരു ബ്ലോക്കേജ് ഉണ്ടാക്കി വെക്കും. അത് എല്ലാ കാര്യത്തിലും അങ്ങനെയാണ്. ഒരു മാരേജ് നോക്കിയാൽ പോലും നല്ലൊരു പെൺകുട്ടി വേണമെന്ന് ആഗ്രഹിക്കും, പക്ഷെ എനിക്ക് ഇങ്ങനെയൊക്കെ കിട്ടോ, എനിക്ക് ഇങ്ങനെയൊക്കെ കിട്ടാൻ സാധ്യതയുണ്ടോ? ഇന്ന് നമ്മൾ തന്നെ നമുക്കുള്ളിൽ ഒരു ഡൗട്ടും ക്വസ്റ്റ്യനും ചോദിച്ചു വെച്ചിരിക്കും. വെളിയിൽ നമ്മൾ ആഗ്രഹത്തോടെ പറയുന്നു, ഞാൻ ആഗ്രഹിക്കുന്നു, മാനിഫെസ്റ്റ് ചെയ്യുന്നു എന്നൊക്കെ പറയും, പക്ഷെ ഉള്ളിന്റെ ഉള്ളിൽ നമുക്ക് തന്നെ വിശ്വാസമില്ല. അതുകൊണ്ട് തന്നെയാണ് പലരുടെ മാനിഫെസ്റ്റേഷൻ നടക്കാത്ത. പലരും പറയാറുണ്ട്, ഞാൻ എല്ലാ ടെക്നിക്സും ചെയ്യുന്നുണ്ട്, പക്ഷെ എനിക്ക് മാത്രം നടക്കുന്നില്ല. അത് ഇതുകൊണ്ടാണ്. നമ്മൾ വെളിയിൽ പറയുന്നു, ആഗ്രഹിക്കുന്നു, അഫർമേഷൻസ് പറയുന്നു, ഗ്രാറ്റിറ്റ്യൂഡ് എഴുതുന്നു, എല്ലാം ചെയ്യുന്നു, പക്ഷെ ഉള്ളിന്റെ ഉള്ളിൽ എനിക്കിതൊക്കെ കിട്ടുമോ എന്നുള്ളൊരു ഡൗട്ടും പേടിയാണ്. പ്രപഞ്ചം എന്താണ് കേൾക്കുന്നതെന്ന് അറിയാമോ? നിങ്ങളുടെ വാക്കുകളല്ല, നിങ്ങളുടെ ഉള്ളിന്റെ ഉള്ളിലുള്ള ആ വിശ്വാസത്തെയാണ് നോക്കുന്നത്. നമ്മൾ എത്രയൊക്കെ വാഗൊണ്ട് പറഞ്ഞാലും ഉള്ളിന്റെ ഉള്ളിൽ നോ എന്നാണ്, ഇത് നടക്കില്ല എന്നാണെങ്കിൽ അതാണ് നടക്കുന്നത്. കാരണം ഇമോഷൻസ് അതാണ്. വാഗൊണ്ട് പറയുമ്പോൾ ഉള്ളതല്ല, നമ്മുടെ ഉള്ളിന്റെ ഉള്ളിൽ നിന്ന് വരുന്ന ഇമോഷൻസ് ആണ് ഈ പ്രപഞ്ചം കേൾക്കുന്നത്. പ്രപഞ്ചം വലിയൊരു ശക്തിയാണ്. ആ പ്രപഞ്ചത്തിന് ഭാഷയില്ല. നിങ്ങളുടെ ചിന്തകളെ, നിങ്ങൾ പറയുന്ന വാക്കുകളെ, അതിൽ നിന്നുണ്ടാകുന്ന ഇമോഷൻസിനെ, ആ ഫ്രീക്വൻസി എല്ലാം പ്രപഞ്ചം ഇങ്ങനെ നോട്ട് ചെയ്തുകൊണ്ടേയിരിക്കും. നമ്മൾ എന്താണോ ആഴത്തിൽ വിശ്വസിക്കുന്നത് അതിന്റെ ആ ഒരു ഫ്രീക്വൻസി പ്രപഞ്ചത്തിൽ പോകും. നമ്മൾ ഒരു കാര്യം മാനിഫെസ്റ്റ് ചെയ്യുമ്പോൾ അത് ഉള്ളിന്റെ ഉള്ളിൽ നിന്ന്, ആഴത്തിൽ നിന്ന് ഇത് നടക്കില്ല എന്ന് പറയുമ്പോൾ അതിന്റെ ഫ്രീക്വൻസിയാണ് ഈ പ്രപഞ്ചത്തിൽ പോകുന്നത്. പക്ഷെ ചില വ്യക്തികൾ ഓരോ അഫർമേഷൻസും പറയുന്നില്ല, ഒരു മാനിഫെസ്റ്റേഷനും ചെയ്യുന്നില്ല, പക്ഷെ അവർ ഉള്ളിന്റെ ഉള്ളിൽ ഇത് നടക്കും, ഇതെനിക്ക് കിട്ടും എന്ന് പരിപൂർണമായി വിശ്വസിക്കുമ്പോൾ ആ ഒരു ആഴ്മനസ്സിന്റെ ആ ഒരു വിശ്വാസം ഇമോഷൻസ് ആയിട്ട് ഈ പ്രപഞ്ചത്തിൽ പോവുകയും അത് നടക്കുകയും ചെയ്യും. പ്രപഞ്ചം ക്വസ്റ്റ്യൻ ചോദിക്കില്ല, നിങ്ങൾക്ക് ജഡ്ജ് ചെയ്യില്ല, ഒന്നും ചെയ്യില്ല. നിങ്ങൾ എന്ത് ഇമോഷൻസ് കൊടുക്കുന്നോ അത് നിങ്ങൾക്ക് തിരിച്ചു തരും. നമുക്ക് എങ്ങനെ നമ്മുടെ ആഗ്രഹത്തെ പറയാം? അതിന് ആദ്യം വേണ്ടത് നിങ്ങൾക്കൊരു വ്യക്തത വേണം. നിങ്ങളുടെ ആഗ്രഹത്തിന് നിങ്ങൾക്കൊരു വ്യക്തത വേണം. എനിക്ക് എന്താണ്, എങ്ങനെയാണ്, എവിടെയാണ് വേണ്ടത്, അങ്ങനെ ഒരു ക്ലാരിറ്റി നിങ്ങൾക്ക് ആദ്യം വേണം. ഇപ്പോൾ എക്സാമ്പിൾ, എനിക്ക് നല്ല ജീവിതം വേണമെന്നാണ്. ആ നല്ല ജീവിതം എങ്ങനെയാണ് ഇരിക്കേണ്ടത്? ആ നല്ല ജീവിതത്തിൽ നിങ്ങൾക്ക് എന്താണ് വേണ്ടത്? മണി അബണ്ടൻസ് ഒക്കെ നിറഞ്ഞ ജീവിതമാണോ, അതോ എനിക്ക് മനസ്സമാധാനമുള്ള നല്ല ജീവിതമാണോ, അല്ലെങ്കിൽ എനിക്ക് ഞാൻ ആഗ്രഹിക്കുന്ന ഒരു നല്ല ലൈഫ് പാർട്ണർ, സ്നേഹിക്കുന്ന ഒരു പാർട്ണറുള്ള ജീവിതമാണോ, അല്ലെങ്കിൽ നല്ല കരിയറും നല്ല എല്ലാവരും റെസ്പെക്ട് ചെയ്യുന്ന ഒരു ജീവിതമാണോ വേണ്ടത്? ഇങ്ങനെ ഒരു ക്ലാരിറ്റിയോടെ നമുക്ക് എന്താണോ വേണ്ടത് അതിനെ കേൾക്കണം. അല്ലെങ്കിൽ നിങ്ങൾക്ക് കിട്ടും, പക്ഷേ നിങ്ങൾ ആഗ്രഹിച്ചതുപോലെ കിട്ടില്ല. അപ്പോൾ പിന്നെ കിട്ടിയിട്ടും അപ്പോൾ നമുക്ക് സന്തോഷിക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞു, അടുത്ത് എന്താണ് വേണ്ടത്? പൂർണ്ണ വിശ്വാസം. ഇവിടെയാണ് പലരും ഫെയിൽ ആകുന്നത്. കാരണം നമ്മൾ ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞു, ഗ്രാറ്റിറ്റ്യൂഡ് പറഞ്ഞു, എല്ലാം കഴിഞ്ഞു, പക്ഷേ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് അപ്പോൾ ക്വസ്റ്റ്യൻ ചോദിക്കാൻ തുടങ്ങും, ഞാൻ എല്ലാം ചെയ്തു കഴിഞ്ഞു, ഇനി നടക്കുമോ, ഇനി നടക്കാതെ പോവോ, എപ്പോഴാണ് നടക്കുന്നത്? ഇങ്ങനെയൊക്കെ നമ്മൾ ചിന്തിക്കാൻ തുടങ്ങും. പിന്നെ അതിനെ ഇങ്ങനെ ചേസിങ് ആണ്. ഈ ക്വസ്റ്റ്യൻസും ഡൗട്ടും എല്ലാം നമുക്ക് ഒട്ടും വിശ്വാസം ഇല്ല എന്നുള്ള സത്യത്തെ ഈ പ്രപഞ്ചത്തിന് കാണിച്ചു കൊടുക്കുന്നു. ഇപ്പോൾ എക്സാമ്പിൾ, നമ്മളൊരു മരത്തിന് വേണ്ടി ഒരു വിത്തിനെ കൊണ്ട് നടുന്നു മണ്ണിനടിയിൽ. എന്നിട്ട് ആ മണ്ണിനെ ഡെയിലി പോയി രാവിലെയും വൈകുന്നേരം തോണ്ടി നോക്കിയിട്ട് മുളച്ചോ വിത്ത് എങ്ങനെ പുറത്ത് വന്നോ, ഇല വന്നോ എന്ന് നമ്മൾ നോക്കിയാൽ അവിടെ ആ വിത്ത് മുളയ്ക്കോ, ഇല്ലെങ്കിൽ അത് പൊങ്ങി വന്ന ഒരു മരമായി അതിൽ നിന്ന് ഫലമൊക്കെ തരുമോ? ഇല്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഒരു വിത്ത് നട്ടാൽ ക്ഷമയോടെ അതിന് നമ്മൾ വെള്ളം ഒഴിച്ച് അത് മരമാകുന്നതിന് വേണ്ടി വെയിറ്റ് ചെയ്ത്, എന്നിട്ട് അത് മുളച്ച് വരുമ്പോഴും അതിന് ക്ഷമയോടെ വെള്ളം ഒഴിച്ചു കൊടുത്ത് അതിനെ ഒരു മരമാക്കും, അല്ലേ? അതല്ലേ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്താണ്? ക്ഷമയോടെ, പൂർണ്ണ വിശ്വാസത്തോടെ കാത്തിരിക്കുക. ഇതുപോലെ തന്നെയാണ് നമ്മുടെ മാനിഫെസ്റ്റേഷൻ. അപ്പോൾ നമ്മൾ ഇനി എന്താണ് ചെയ്യേണ്ടത്? അതിനെ നമ്മൾ ലെറ്റ് ഗോ ചെയ്യണം. അപ്പോൾ ലെറ്റ് ഗോ ചെയ്യുന്നത് എന്താണ്? എനിക്കിത് വേണ്ട എന്ന് പറഞ്ഞ് വിടുന്നതല്ല. ഞാൻ ചെയ്യേണ്ടത് ചെയ്തു കഴിഞ്ഞു, കേൾക്കേണ്ടത് പ്രപഞ്ചത്തോട് കേട്ട് സമർപ്പിച്ചു കഴിഞ്ഞു. ഇനി അതിനു വേണ്ടി ഞാൻ എന്താണോ ചെയ്യേണ്ടത് അതിന് ചെയ്യുക. ഫലം തരുന്നത് പ്രപഞ്ചമാണ്. അതിനെ ആ പ്രപഞ്ചത്തിൽ വിടുക, സമർപ്പിക്കുക.
ഇതാണ് ലെറ്റ് ഗോ. നമ്മൾ എപ്പോൾ ലെറ്റ് ഗോ ചെയ്യുന്നോ അവിടെ വർക്ക് അങ്ങ് ആരംഭിക്കാൻ തുടങ്ങും. പക്ഷെ അതിനെ നമ്മൾ പിടിച്ചിങ്ങനെ വലിച്ചിരിക്കുമ്പോൾ അവിടെ പ്രപഞ്ചത്തിന് വർക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ പ്രപഞ്ചത്തിന് ജോലി ചെയ്യാൻ പറ്റില്ല. ജോലി ആ കാര്യം താമസമാകാൻ തുടങ്ങും. നിങ്ങൾ എപ്പോൾ ആ പിടിച്ച് വലിക്കുന്നത് വിടുന്നോ അവിടെ ഫാസ്റ്റായിട്ട് ഓട്ടം ആരംഭിക്കും. നമ്മുടെ ജോലിക്ക് വേണ്ടിയുള്ള ഓട്ടം പ്രപഞ്ചം ആരംഭിക്കും. എന്തുകൊണ്ട് ലെറ്റ് ഗോ ഇത്രയും ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ പിടിച്ചു വെക്കുന്ന കാര്യം ഒരു പേടിയോടെ ഇരിക്കും. എപ്പോഴും പിടിച്ചു വെക്കുന്ന കാര്യത്തിന് നമ്മൾ പേടിച്ചുകൊണ്ടേയിരിക്കും. നമ്മളെപ്പോൾ വിടുന്നോ അപ്പോൾ അവിടെ പേടിയല്ല, അവിടെ വിശ്വാസമാണ് ഇരിക്കുന്നത്. ഇവിടെ വിടുന്നത് വിത്തും വിശ്വാസം മണ്ണുമാണ്. രണ്ടും ഇല്ലാതെ ചെടി വരില്ല. അപ്പോൾ നമ്മൾ ലെറ്റ് ഗോ ചെയ്യുക, അതിനുവേണ്ടി പ്രയത്നം ചെയ്യുക, ട്രൈ ചെയ്യുക. അല്ലാതെ ഞാൻ എല്ലാം കേട്ട് കഴിഞ്ഞു ഇനി വന്ന് കാലും കെട്ടി ഇരുന്നാൽ മതി എന്ന് ചിന്തിക്കരുത്. അത് വെറും നമ്മുടെ ഒരു അലസത മാത്രമാണ്. പിന്നെ നമുക്ക് പൂർണ്ണ വിശ്വാസവും വേണം. വിശ്വാസമില്ല നമ്മൾ വെറും ട്രൈ മാത്രം ചെയ്തുകൊണ്ടിരിക്കുന്നതും വിഡ്ഢിതരമാണ്. കാരണം കുറേ പേരെ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട്, അവർ ഒത്തിരി ഇങ്ങനെ ഫുൾ ടൈം ഇങ്ങനെ അധ്വാനിച്ചുകൊണ്ടേയിരിക്കും, പക്ഷെ അവർക്കൊന്നും കിട്ടില്ല. ഇതാണ് റീസൺ. അവർ വെറുതെ ഇങ്ങനെ അധ്വാനിച്ചുകൊണ്ടിരിക്കും. അവർക്ക് തന്നെ ഒരു വിശ്വാസമില്ല, അവർക്ക് തന്നെ ഡൗട്ട്, പേടി. അതുകൊണ്ടാണ് ചിലരൊക്കെ എത്രയൊക്കെ അധ്വാനിച്ചിട്ടും അവർ വിജയം അവർക്ക് കിട്ടാത്തത്. അപ്പോൾ ഇതെല്ലാം ചെയ്തിട്ട് മനസ്സിനെ ശാന്തമായിട്ട് വെച്ച് പൂർണ്ണ വിശ്വാസത്തോടെ ഇപ്പോഴുള്ള കാര്യങ്ങൾ അതിനുവേണ്ടി നിങ്ങൾ പ്രയത്നിച്ചു കൊണ്ടിരിക്കുമ്പോൾ തീർച്ചയായിട്ടും ആ പ്രപഞ്ചം അതിനുവേണ്ടി സമയം നോക്കിയിരിക്കും. നമ്മൾ ക്ഷമയോടെ കാത്തിരിക്കണം. കാരണം വലിയ വലിയ കാര്യങ്ങൾക്ക് ചില സമയമുണ്ട് പ്രപഞ്ചത്തിന്. ആ സമയത്തിൽ പെർഫെക്റ്റ് ആയിട്ട് ആ പ്രപഞ്ചം കൊണ്ട് നിങ്ങളുടെ കൈകളിൽ തന്നിരിക്കും. പക്ഷേ കുറച്ച് ദിവസം ട്രൈ ചെയ്തിട്ട് ഇതൊക്കെ വെറുതെയാണ്, എനിക്ക് ഇന്ന് ചെയ്തു നാളെ ഞാൻ ഇന്നൊരു മരം നട്ടു നാളെ എനിക്കൊരു മാങ്ങ വേണോ എന്ന് പറഞ്ഞ് കേട്ടാൽ അത് കുറച്ച് ബുദ്ധിമുട്ടാണ്. സോ അതിനുവേണ്ടി ക്ഷമയുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തും നേടിയെടുക്കാം. ഞാൻ സാധാരണ ലൈറ്റ് ഒന്നും ഇല്ലാതെ നാച്ചുറലായിട്ട് പുറത്തിരുന്നാണ് വീഡിയോ എടുക്കുന്നത്. ഇപ്പോൾ നല്ല ഇരുട്ടായി പോയി. സോ ലൈറ്റ് ഇട്ടപ്പോൾ ഭയങ്കര പ്രകാശമായി ഇങ്ങനെ വെളുത്ത് പിടിച്ചിരിക്കുകയാണ്. വെരി സോറി. ഇങ്ങനെ പ്രപഞ്ചം നിങ്ങൾക്ക് വേണ്ടി വിചിത്രമായ ജോലി ചെയ്യാൻ തുടങ്ങുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ചില മാറ്റങ്ങൾ വരാൻ തുടങ്ങും. നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് ചില വ്യക്തികൾ ഇറങ്ങിപ്പോവാൻ തുടങ്ങും. കാരണം ആ വ്യക്തികൾ ഇറങ്ങിപ്പോകുന്നത് എന്താണെന്ന് വെച്ചാൽ, അവരിൽ നിന്ന് നിങ്ങൾ പഠിക്കേണ്ട പാഠവും നിങ്ങളിൽ നിന്ന് അവർ പഠിക്കേണ്ട പാഠവും പഠിച്ചു കഴിഞ്ഞു. സോ അവരുടെ ആവശ്യം ഇനി ഇല്ല. അതുകൊണ്ട് മാത്രമല്ല, അവർ ഇനി നിങ്ങളുടെ ജീവിതത്തിൽ ഇരുന്നാൽ നിങ്ങൾ ഒരുപാട് പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുമെന്ന് പറഞ്ഞ് ഈ പ്രപഞ്ചം തന്നെ അവരെ എടുത്തു മാറ്റും. നിങ്ങൾ ചിലപ്പോൾ തനിയെ ഇരിക്കേണ്ടി വരും. ശബ്ദങ്ങൾ കുറയാൻ തുടങ്ങും. പക്ഷെ ആ തനിച്ചിരിക്കുമ്പോൾ എന്തുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ നിന്ന് ഇത്രയും പ്രശ്നം ഉണ്ടായെന്ന് പറഞ്ഞാൽ നിങ്ങൾ കരയുമായിരിക്കും. പക്ഷേ പിന്നെ നിങ്ങൾക്ക് ഒരിക്കലും തിരിഞ്ഞു നോക്കി ഒരു സമയത്തിൽ നിങ്ങൾ അതോർത്തെല്ലാം നിങ്ങൾ ഹാറ്റ്സ് ഓഫ് പറയും. പിന്നെ നിങ്ങൾ അങ്ങനെ തരിച്ചിരിക്കുമ്പോൾ പ്രപഞ്ചം നിങ്ങളുടെ അടുത്ത് ഇറങ്ങി വരാൻ തുടങ്ങും, നിങ്ങളോട് സംസാരിക്കാൻ തുടങ്ങും. നിങ്ങളുടെ മാനിഫെസ്റ്റേഷന് വേണ്ടിയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ഉള്ളിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് കിട്ടാൻ തുടങ്ങും. ഇൻഡ്യൂഷൻ മുഖേനയോ ഏത് വിധേനയെങ്കിലും ഈ പ്രപഞ്ചം വന്ന് നിങ്ങളോട് സംസാരിക്കും. ചിലപ്പോൾ ഏഞ്ചൽ നമ്പേഴ്സ് മുഖേന ആയിരിക്കും. ഇങ്ങനെ പല പല രീതിയിൽ നിങ്ങളോട് വന്ന് സംസാരിക്കുകയും പതിയെ നിങ്ങളുടെ ആ മാനിഫെസ്റ്റേഷനിൽ എത്തിച്ചേരുകയും ചെയ്യും. പിന്നെ നിങ്ങളിങ്ങനെ മാനിഫെസ്റ്റ് ചെയ്യുന്നത് പോലും ആ പ്രപഞ്ചത്തിൻ്റെ ഇഷ്ടമാണ്. കാരണം ആ പ്രപഞ്ചം, ആ ഈശ്വരൻ്റെ ഇഷ്ടം ഇല്ലെങ്കിൽ നമുക്ക് അങ്ങനെ ഒന്നും മാനിഫെസ്റ്റ് ചെയ്യാൻ പറ്റില്ല. പിന്നെ മാനിഫെസ്റ്റേഷൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ചില വ്യക്തികൾ പോകും, നമ്മൾ ഒറ്റയ്ക്കിരിക്കും. അതും എല്ലാം ഈ ഒരു കർമ്മയെ ചുറ്റിപ്പറ്റി നടക്കുന്ന കാര്യമാണ്. നമ്മുടെ മാനിഫെസ്റ്റേഷനും കർമ്മയും എല്ലാം തമ്മിൽ ഇങ്ങനെ ചുറ്റി പിണഞ്ഞ് കിടക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ പൂർണ്ണ വിശ്വാസത്തോടെ ആ യാത്ര ചെയ്യുമ്പോൾ എത്രയൊക്കെ ദുഃഖങ്ങളോ പ്രശ്നങ്ങളൊക്കെ വന്നാലും ഫൈനലി നിങ്ങൾ പൂർണ്ണ വിശ്വാസത്തോടെ ഇരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ആഗ്രഹം നിങ്ങളുടെ കൈകളിൽ എത്തിച്ചേരും. ഇതിന് ഏറ്റവും കൂടുതൽ വേണ്ടത് ഒന്ന് ലെറ്റ് ഗോ ചെയ്യുക, പൂർണ്ണ വിശ്വാസത്തോടെ ഇരിക്കുക, ക്ഷമയോടെ ഇരിക്കുക. തീർച്ചയായിട്ടും നിങ്ങളുടെ ആഗ്രഹം നടക്കും. അപ്പോൾ ഇത്രയാണ് വീഡിയോ ഇഷ്ടമെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ, കമൻറ്റ്. എല്ലാവർക്കും സന്തോഷവും സമാധാനവും സമൃദ്ധിയും ഉണ്ടാകട്ടെ. താങ്ക്സ് ഫോർ വാച്ചിങ്.